അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണത്? നല്ല ചിക്കൻ ദം ബിരിയാണി. ഇത് നമ്മൾ ഓതൻറ്റിക് ആയിട്ടുള്ള കോഴിക്കോടൻ ദം ബിരിയാണി അല്ല. ഇത് സിമ്പിളായിട്ട് വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നമ്മളെ കോഴിക്കോടൻ ബിരിയാണി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി തന്നെയാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി നല്ല എളുപ്പമുള്ള രീതിയിലാണ് ഞാനിന്ന് കാണിക്കുന്നത്. പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? ബിസ്മില്ലാ. ആദ്യം നമ്മൾ ചിക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കഴുകി അതിലെ വെള്ളമൊക്കെ വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടമുള്ള പാത്രത്തിൽ മാറ്റി വെക്കണം. ഇനി നമുക്ക് നമ്മളെ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. ഒരു 8 മുതൽ 10 വരെ പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് 8 or 10 ഒക്കെ ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫുഡ് പ്രോസസ്സറിൻ്റെ ജാറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ സാധാരണ മിക്സിൻ്റെ വലിയ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറഞ്ഞു പോയോ എന്ന് സംശയിക്കണ്ട, ഇത്ര തന്നെ മതി, ഒന്നും അധികം ആവണ്ട. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഉള്ളി, സവാള, ബോംബാള്ളി എന്നൊക്കെ പറയില്ലേ, അത് ഒരു വലുതാണെങ്കിൽ 2 മതിയാവും, അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. ഒരു പിടി മല്ലിയില അതും കൂടി ചേർക്കാം. നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ മല്ലിയിലയും പുതിനയിലയും അരക്കാതെ അരിഞ്ഞ് ചേർത്താൽ മതി. ഈ ഇലകളൊക്കെ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളറ് മാറാനോ ടേസ്റ്റ് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞ് ചേർത്താൽ മതി. ഇതിപ്പോൾ ചോപ്പർ ആയതുകൊണ്ട് അത്ര ഫൈനായിട്ട് അരയൂല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിലാവുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് അരയും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാനുള്ള പാത്രം എടുക്കാം. ഇത് സിലിക്കോ ഗ്രാനൈറ്റിക് കോട്ടിംഗ് ഉള്ളൊരു പാത്രമാണ്. നമ്മളെ നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഒരു കോട്ടിംഗ് ആണിതും. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി നല്ല കോട്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാത്രമാണിത്. നല്ല അടി കട്ടിയുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ടുണ്ട്, അത് നമുക്ക് ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ച നമ്മൾ ആ മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഓരോ പൊടികളായിട്ട് ചേർക്കാം. ആദ്യം 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. കുറഞ്ഞു പോയിന്ന് തോന്നണ്ട, ഇത് നല്ല സ്ട്രോങ് ഗരം മസാല ആണ്. ഇതിൽ ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, ജാതിരം, ജാതിപത്രി ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം. മഞ്ഞ കളർ എത്ര വേണം അതിനനുസരിച്ചിട്ട് കുറക്കാം, കൂട്ടുക ഒക്കെ ചെയ്യാം. മഞ്ഞൾപ്പൊടി ചേർക്കാതെയും ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഇങ്ങനെ ഒരു കൈയളവാണ് കേട്ടോ, എനിക്ക് ഞാൻ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ വലുപ്പത്തിലുള്ള 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിവിടെ കിട്ടുന്ന സീഡ്ലെസ് ആയിട്ടുള്ള നാരങ്ങയാണ്, പച്ച നാരങ്ങയാണെന്ന് വിചാരിക്കേണ്ട. അതിലൊരു നാരങ്ങൻ്റെ 1/4 ഭാഗം നീര് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ചോറിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പുളി നോക്കിയിട്ട് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ല വൃത്തിയുള്ള കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് എരിയെന്ന് തോന്നുകയാണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി. കാരണം നമ്മളിത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ അധികം എഫേർട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായി മിക്സ് ചെയ്താൽ നല്ലത്. പിന്നെ നമ്മൾ ഏകദേശം 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തത്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് വേണ്ടതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം ഒന്ന് ഉപ്പും പുളിയൊക്കെ നോക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തേനും. ഇനി നമുക്ക് കുറച്ച് പണികൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട്. അതുവരെ ഇതൊന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ചോളും. ഇനി നമുക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് വിടർത്തിയെടുക്കണം. ഇതുപോലെ നല്ല നേർമേൽ അരിഞ്ഞെടുക്കണം.
ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പിന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഉള്ളി മുങ്ങി നിൽക്കുന്ന അത്രയെങ്കിലും നമ്മൾ എണ്ണ എടുക്കണം, എന്നാലേ നമുക്ക് നല്ല ഗോൾഡൻ ആയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി തീ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഗോൾഡൻ ആയിട്ടുള്ള ഓണിയൻസ് കിട്ടുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറ് കിട്ടുക. അപ്പോഴാണ് ആ ഉള്ളിക്ക് നല്ല ഒരു ടേസ്റ്റും ഉണ്ടാവുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഉള്ളി പൊരിച്ചെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ. നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ആ ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ളിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് കോരിയെടുക്കാൻ റെഡിയായി നിൽക്കണം. നമ്മൾ പാത്രവും കോരിയും ഒക്കെ അടുത്ത് തന്നെ ഉണ്ടാവണം. പെട്ടെന്നായിരിക്കും ഇനി കളറ് മാറി വരാം. ഞാനിതിൻ്റെ കൂടെ കുറച്ച് കിസ്മിസും കൂടി ചേർക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പില്ല, അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ചേർക്കണില്ല. അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മുന്നേ ചേർക്കണം. അല്ലെങ്കിൽ ഉള്ളി കോരി എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ കോരിയെടുക്കണം. ഒരു ലൈറ്റ് ഓറഞ്ച് കളറ്. ഗോൾഡൻ കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ അത് കരിഞ്ഞു പോവുള്ളൂ. കാരണം നമ്മളിത് കോരി മാറ്റിയതിന് ശേഷം ആ ചൂടിലിരുന്നിട്ട് തന്നെ ഒന്നും കൂടി കളറ് മാറി വരും. ഈ എണ്ണ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ചോറിൻ്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതാ നമ്മൾ ഗോൾഡൻ ഓണിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇത് എനിക്കൊരു ഷെഫ് പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ മെത്തേഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ. നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സമയമെടുത്ത് ചെയ്യണം, എന്നാലും അതിനുള്ളൊരു റിസൾട്ട് ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. വെള്ളം ഏകദേശം ചൂടായി വരുന്നുണ്ട്, തിളക്കാനായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ചേർക്കാം. ഒരു 6 ഏലക്കായ, 5 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടേനും, കല്ലുപ്പാണ് ചേർത്തത്. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലുള്ള അത്ര ഉപ്പ് വേണം. നമ്മൾ സാധാരണ നെയ്ച്ചോറിന് നേരിയ ഉപ്പെല്ലാം എടുക്കുക, പക്ഷെ ബിരിയാണിക്ക് അതിനേക്കാൾ കുറച്ചുകൂടി ഉപ്പ് കൂട്ടിയിട്ട് ഇടണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കയമ അരിയാണ് എടുത്തിട്ടുള്ളത്. 4.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 240 ml 4.5 കപ്പ്, അതായത് 240 ml 4.5 കപ്പ്. പിന്നെ അരി കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, കഴുകി നല്ലോണം വെള്ളം വാർത്തിയെടുത്തിട്ടുള്ളൂ. ഇത് ഏകദേശം 1 കിലോൻ്റെ അടുത്തുള്ള അരിയുണ്ട്. നമ്മൾ 1 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 1 കിലോ അരിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഇരട്ടി വെള്ളം എടുത്തിട്ടാണല്ലോ നെയ്ച്ചോറ് വെക്കുക. പക്ഷേ ഇത് നെയ്ച്ചോറ് വെക്കുന്ന പോലെയല്ല, അതിന്നും കുറച്ച് 2 കപ്പ് വെള്ളം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളിനി ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്കിത് നെയ്ച്ചോറ് പോലെ ഫുള്ളായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. നമുക്കൊരു 1/4 ഭാഗം വേവിച്ചാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോഴാണ് അരി വേവണത്. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിയെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല, ചെറുതായിട്ടൊരു മോയ്സ്ചർ ഉണ്ട് അതിൽ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ കൈയെടുക്കാതെ ഇളക്കൊന്നും വേണ്ട, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇളക്കി എടുത്താൽ മതി. ഇനി ഇതിൻ്റെ വേവ് ഒന്ന് നോക്കാം. കണ്ടോ, ഇങ്ങനെ പുറത്ത് വെന്തിട്ടുണ്ട്, എന്നാലും ഉള്ളിൽ ചെറുതായിട്ട് അരി കടിക്കുന്ന ഒരു വേവായിട്ടേ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോൾ വേവിക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് അതിൽ, എന്നാലും അതിങ്ങനെ വാർത്തിയെടുക്കാൻ പറ്റുന്ന അത്ര വെള്ളമല്ല, ചെറുതായിട്ട് വെള്ളമുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോയോ എന്നൊക്കെ തോന്നും, പക്ഷെ അത് ദം ചെയ്ത് വരുമ്പോൾ റെഡി ആയിക്കോളും. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മൾ കുഴച്ച് വെച്ച മസാല ആണിത്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ആ ഉള്ളിൽ നിന്ന് വന്ന വെള്ളം തന്നെയാണ്. ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ചല്ലോ, ആ ഓയിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ ഒരു ചെറിയ പീസ് വാഴൻ്റെ ഇല വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വിളമ്പുമ്പോൾ
ചോറും മസാലയൊക്കെ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ പറമ്പിലേക്ക് ഇറങ്ങി ഒരു കഷ്ണം അങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി. പിന്നെ വാഴൻ്റെ ഇലൻ്റെ ഫ്ലേവറിനെ പറ്റിയിട്ട്, ഗുണത്തിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോറിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല കുറച്ച് വിതറി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്ത ഓയിലിൻ്റെ ബാക്കി അതും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെറുനാരങ്ങാ നീരുണ്ടല്ലോ, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി കുറച്ചിട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറും കൂടെ ഇതിൻ്റെ മേലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെയർ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ ചോറ് ആ ചൂടിലിരുന്നിട്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് വെന്തിട്ടുണ്ട്. എന്നാലും ഫുൾ വേവ് ആയിട്ടില്ല, കുറച്ചുകൂടി വേവാനുണ്ട്. ഉള്ളിൽ ചെറുതായിട്ടൊരു അരി അടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ലെയർ ചോറും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ചും കൂടി ചെറുനാരങ്ങ നീര് ഒഴിക്കാം. ബാക്കിയുള്ള ഓയിലും കൂടി ഒഴിക്കാം. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഈ സമയം ചേർക്കാം കേട്ടോ. ഞാൻ അധികം നെയ്യില്ലാത്ത രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ ഗരം മസാല വിതറി കൊടുക്കാം. പിന്നെ നമ്മൾ പൊരിച്ച ഉള്ളി കുറച്ചും കൂടെ മേലെ വിതറി കൊടുക്കാം. ബാക്കി നമുക്ക് വിളമ്പിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനെടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഇതാ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ എടുത്ത പാത്രം അടി കട്ടിയില്ലാത്തതാണെങ്കിൽ അടിയിൽ പഴയ ദോശൻ്റെ പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം. ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ വല്ലാതെ വലിയ പാത്രമൊന്നും എടുക്കരുത്. ഒരു 28 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള പാത്രം മതിയാവും നമ്മൾ 1 കിലോ ബിരിയാണിക്ക്. ആ ഒരു സൈസ് കറക്റ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനും ഉള്ളിയും എല്ലാം കൂടി ചൂടാവുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മൾ ചിക്കൻ വേവേണ്ടത്. ആ ചിക്കൻ വേവുന്ന ആവി മുകളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ചോറിൻ്റെ ബാക്കി വേവ് ആവേണ്ടത്. അപ്പോൾ വല്ലാതെ പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചൂട് ഒരേപോലെ എത്തിക്കൊള്ളണമെന്നില്ല. അതുമാത്രമല്ല പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവാനൊക്കെ ഉള്ള ഒരു ചാൻസും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ ചോറിട്ടിക്കണമല്ലോ, അതും തിങ്ങി നിൽക്കാത്തൊരു രീതിയിൽ കുറച്ച് സ്പേസൊക്കെ ഉള്ള രീതിയിലായിരിക്കണം അത് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ തിങ്ങി നിന്നിട്ട് ചോറ് വല്ലാതെ വെന്ത് പോകാനുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ മൂടി നല്ല വെയിറ്റുള്ള മൂടിയാണ്, അതുകൊണ്ടാണ് ആവി പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റാത്തത്. ഞാനിത് ചെറുതായിട്ടൊന്ന് നീക്കിയിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ സൈഡിൽ കൂടെ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി ഇതുപോലെ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം, എൻ്റെ അടുപ്പ് നല്ല ചൂടുള്ള അടുപ്പാണ്, അതുകൊണ്ടാണ് 6 മിനിറ്റിൽ തന്നെ നന്നായിട്ട് ആവി വന്നിട്ടുള്ളത്. ഇത് ഓരോ അടുപ്പിൻ്റെയും ചൂടിനനുസരിച്ചിട്ട് ഈ സമയത്തിൽ വ്യത്യാസം വരും. നമ്മൾ സാധാരണ പറയാം ഒരു 5 മുതൽ 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ആവി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആവി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പണ്ടേ? നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം വിളമ്പിയാൽ മതി. അപ്പോൾ ഇതാ തുറക്കാണേ നമ്മളെ ബിരിയാണി. ഇനി നമുക്ക് വിളമ്പാം. ബിസ്മില്ലാ. ഇതാ നമ്മളെ ചോറൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ആദ്യം മേലെയുള്ള ചോറൊക്കെ മാറ്റിയെടുത്തിട്ട് നമുക്ക് മസാല എടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോഴാണ് നമ്മളെ ചോറിൻ്റെ ഒരു ചെറിയ യെല്ലോ കളർ വരാം. നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, സാഫ്രോൺ മിൽക്കോ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിൻ്റെ കളർ മാത്രമാണ് നമ്മളെ ചോറിനുള്ളത്. കണ്ടോ, നമ്മൾ അടിയിലുള്ള ആ ചോറിന് നല്ല കളർ കാണുന്നുണ്ട്, ചെറിയ യെല്ലോ കളറൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ചെറിയൊരു യെല്ലോ കളർ നമ്മൾ ഫുൾ ചോറിന് വരും.
ഇനി നമുക്ക് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് കഴിയുന്നത്ര ചോറ് മസാലയിൽ ചേരാതെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വാഴൻ്റെ ഇല വെച്ചതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നു. ഇനി നമുക്ക് മസാല വിളമ്പാം. ഇതാ നോക്കാം, ഇതാ കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. ചെറുതായിട്ടൊരു ബ്രൗൺ ആയിട്ടുള്ളതൊക്കെ കാണാം, അത് കറക്റ്റാണ്, കറക്റ്റ് വേവാണ്, കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വെന്തിക്കണമെന്നൊന്ന് നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഈ ഭാഗത്തുനിന്ന് നോക്കാം. കണ്ടോ, നല്ല വെന്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് നല്ലോണം എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഈ പാത്രത്തിൽ നിന്നും മാറ്റി ഇനി നമ്മൾ ചോറ് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. മറ്റേ പാത്രം കുറച്ച് ചെറുതാണ്, അപ്പോൾ അതിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പാത്രത്തിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ആ കളറൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് നല്ലൊരു ലൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് കളറായിട്ടുള്ള നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായി. നമ്മളിത് 1 കിലോൻ്റെ കണക്കിലാണ് വെച്ചിട്ടുള്ളത്. ഇത് 6 മുതൽ 8 ആൾക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈസി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ, അതിന് മാറ്റി വെച്ചേക്ക് എൻ്റെ മക്കളെടുത്ത് തീർത്തു. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളിയും പച്ചമുളകൊന്നും പെറുക്കിയെടുക്കാനില്ലല്ലോ, നല്ലോണം വടിച്ച് കഴിക്കാം. പിന്നെ ഇത് എൻ്റെ എളാമാൻ്റെ റെസിപ്പിയാണ്, എൻ്റേതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ നല്ല കോഴി ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് റമീസ. അസ്സലാമു അലൈക്കും.